നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ നമുക്ക് മുടങ്ങിയ കുടിശ്ശികയായിട്ടുള്ള 2024 നവംബർ മാസത്തെ 1600 രൂപ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 24-ാം തീയതി മുതൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇന്നാണ് പ്രഖ്യാപിച്ചത്. 1600 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 64 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 1600 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ബാങ്ക് അവധിയാണ്. മഹാശിവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകൾക്കും ഇന്ന് അവധി ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് താമസം നേരിടും. നാളെ കൊണ്ടൊക്കെ ആയിരിക്കണം വിതരണം നിങ്ങളിലേക്ക് എത്തിച്ചേരുക. എന്തായാലും നവംബർ മാസത്തെ 1600 രൂപയാണ് എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതോടൊപ്പം ഭിന്നശേഷിക്കാർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുമൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വരുന്ന രീതിയിലാണ് പെൻഷന്റെ ക്രമീകരണം. എന്നാൽ പലർക്കും പെൻഷൻ തുക അക്കൗണ്ടിൽ വന്നാലും പെൻഷനിൽ കുറവുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് കാരണം പലർക്കും ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ വരുന്നത്. ഈ ബാങ്കുകൾക്ക് ഒരു പ്രത്യേക മാർജിൻ ബാലൻസ് വേണം. അതായത് നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറഞ്ഞത് 5000 മുതൽ 10000 രൂപ വരെ ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഫീസ് വെട്ടിക്കുറയ്ക്കും. അതായത് ഒരു വ്യക്തിക്ക് 1600 രൂപ പെൻഷൻ വരുന്നതായി കരുതുക. എന്നാൽ ബാങ്ക് അതിന്റെ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതിനായിട്ട് 500 രൂപ വരെയൊക്കെ വെട്ടിക്കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്നത് വെറും 1100 രൂപ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പലർക്കും പെൻഷൻ തുക കുറയുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കുക എന്നതാണ്. SBI, കനറ ബാങ്ക് പോലെയുള്ള സർക്കാർ ബാങ്കുകളിൽ സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കുക. തുടർന്ന് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ പോയി ആ പുതിയ അക്കൗണ്ട് പെൻഷൻ അക്കൗണ്ടായി ലിങ്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഇനി നിങ്ങൾക്ക് പെൻഷൻ തുകയൊന്നും കുറയുകയില്ല, മുഴുവൻ തുക തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സേവനങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളെയാണ് ആശ്രയിച്ചു വരുന്നത്. നമ്മുടെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ വഴി വർഷാവർഷമുള്ള മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ പെൻഷൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ എല്ലാ മാസവും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറെ നാളായി സ്ഥിരമായി എല്ലാ മാസവും 1600 രൂപ വീതം പെൻഷൻ നമുക്ക് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിലും ഈ ഒരു പെൻഷൻ കൃത്യമായിട്ട് നമ്മുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ടുകളിലൊക്കെ എത്തിച്ചേരുന്നതിന് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ എല്ലാ മാസവും 20-ാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തുവാനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട്. വാർഷിക മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും മസ്റ്ററിംഗിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനവും അക്ഷയ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2-3 മാസമായി ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അത് മസ്റ്ററിംഗിലെ പിഴവ് കൊണ്ടാണ് എന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പെൻഷന്റെ ഔദ്യോഗിക സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ നമ്മുടെ പെൻഷൻ ID ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി മസ്റ്ററിംഗ് ഓക്കെ ആയിട്ടും നമുക്ക് പെൻഷൻ 2-3 മാസമായി ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് പെൻഷൻ അനുവദിച്ചു തന്നിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഇതിനൊരു മറുപടി തരാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോയി അന്വേഷിച്ച് അവരുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക. ഇതുപോലെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.